ഹലോ ഗെയ്സ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടൊരു വെള്ളച്ചാട്ടത്തിലാട്ടോ. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനയടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ആനയടി കുത്ത് എന്നാണ് ഇതിനെല്ലാവരും വിശേഷിപ്പിക്കുന്നത്. ഇത് യഥാർത്ഥ സ്ഥലം വരുന്നത് നമ്മുടെ ഇടുക്കിയിലാണ്. ഇടുക്കി തൊടുപുഴയൊക്കെ അടുത്തായിട്ടാണ് ഇത് വരുന്നത്. തൊടുപുഴയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ അപ്പുറം വണ്ണപ്പുറം കഴിഞ്ഞിട്ട് നമ്മുടെ മുണ്ടൻമുടി ആ ഭാഗത്തായിട്ടാണ് ഈ ആനയടിക്കുത്ത് എന്ന് പറയുന്ന ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. നമുക്കിതിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പം അതിലോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അപ്പം ഒരുപാട് ആളുകൾ, നല്ല തിരക്കുള്ള ഒരു സ്ഥലമാട്ടോ ഇത്. എപ്പോഴും നല്ല തിരക്കുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. പണ്ടൊന്നും ഇവിടെ ആൾക്കാരേ ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പം ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയി. പിന്നെ ഭയങ്കര തിരക്കാണ് ഇവിടെ. ഇതാ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ പോകുന്ന വഴി തന്നെ ഇതാ ഇവിടെ ഒരു കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത് തന്നെയാണ്. അത്യാവശ്യം വേണ്ട ചില സാധനങ്ങൾ, സ്നാക്സ്, അതുപോലെ തന്നെ ഡ്രിങ്ക്സൊക്കെ ഇവിടെ തന്നെ കിട്ടുന്നതാണ്. അവിടെ ഒരുപാട് ആളുകളുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും ആ കടയുടെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ നടന്ന് നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂവിലോട്ട് പോവുകയാണ് ഗെയ്സ്. ഇതാ ഈ കാണുന്നതാണ് ആ മനോഹരമായ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂസ്. നിങ്ങളിത് കണ്ടു നോക്കി. രണ്ട് സൈഡിൽ പാറ, മരങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളി, അതായത് നല്ല മനോഹരമാണ് ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട്. ഇതാ നമ്മളെ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂസിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇതാ നിങ്ങൾ കണ്ടോ, എന്ത് മനോഹരമായിട്ടൊരു വെള്ളച്ചാട്ടമാണെന്ന് നോക്കി. എന്ത് രസമാണ് ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട്. ഇതിൻ്റെ ബാക്കിയുള്ള ഫുൾ ഡീറ്റെയിൽസ്, അതായത് ശരിക്കും നിങ്ങൾ ഈ വെള്ളച്ചാട്ടം ഞാൻ നിങ്ങളെ ഈ വീഡിയോസിൽ കാണിക്കുന്നതാണ്. ഒരുപാട് ആളുകളുണ്ട്, നല്ല തിരക്കുണ്ട്. ഇതാ നോക്കൂ ഗൈസ്, എന്ത് മനോഹരമാണ് ഈ വെള്ളച്ചാട്ടം എന്ന്. കാരണം ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് കുളിക്കാനാണെങ്കിൽ ഇതുപോലെ ഭയങ്കര ആഴമൊന്നുമില്ല കേട്ടോ. ഇവിടെ ഭയങ്കര മനോഹരമായൊരു വെള്ളച്ചാട്ടം. അതിനനുസരിച്ച് നമുക്ക് ആളുകൾക്ക് അവിടെ ഇറങ്ങി നിൽക്കാം, അതുപോലെ കുട്ടികൾക്ക് ഇറങ്ങി നിൽക്കാം. ഇതാ നോക്കൂ, ഒരുപാട് ആളുകൾ, കുട്ടികളൊക്കെ അവിടെ ഇറങ്ങി നിന്ന് കുളിക്കുന്നതും കളിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഭയങ്കര മനോഹരമായ വെള്ളച്ചാട്ടം. ഇതാ നോക്ക്, നമുക്ക് അടിയിൽ നിന്നുള്ള വ്യൂസ് എടുത്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. മുകളിൽ നിന്ന് ഭയങ്കര വീതിയാണ് ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന്. അപ്പോൾ ഗൈസ് ഇതാ ഇവിടെ ഒരു മരമൊക്കെ ഉണ്ട്. ഈ മരത്തിൽ സാധാരണ ആളുകൾ കയറിയിട്ട് ആ മരത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടുന്ന കാഴ്ചയൊക്കെ കാണാൻ സാധിക്കും. ഇന്നിപ്പം അവിടെ ആരെയും അങ്ങനെ കയറുന്നതായിട്ട് കണ്ടില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാമായിരുന്നു. ഇതാ ഇവിടെ ഒരുപാട് മരത്തിൻ്റെ വേരുകൾ, കാര്യങ്ങൾ. ഇത് അതുപോലെ തന്നെ നമ്മളിവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഇത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ് കേട്ടോ. അവർ അവിടെ കല്ലുകൊണ്ട് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. നമുക്ക് ഒരുപാട് നേരം ഇങ്ങനെ വെള്ളത്തിൽ നിന്നിട്ട് ഇങ്ങനെ കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നല്ല രസമാണ്. അതുപോലെ ഒരുപാട് ആളുകളും ഉണ്ട് കേട്ടോ ഇവിടെ. ഇപ്പോൾ മിക്ക ടൈമിൽ, അതായത് പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിലൊക്കെ ഇവിടെ ഭയങ്കര തിരക്ക് കാര്യങ്ങളൊക്കെയാണ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോസിൽ കാണാൻ സാധിക്കും. പ്രത്യേകം എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗിയാണ്. ഭയങ്കര ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ് കേട്ടോ ഈ വെള്ളച്ചാട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ. ഫുള്ള് മരങ്ങൾ, ഒരു പച്ചപ്പ്, പ്രകൃതി കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട്. ഇതാ നോക്ക്, നമ്മൾ നേരത്തെ കണ്ട അവർ കല്ലുകൊണ്ട് ഉണ്ടാക്കുന്ന ആ കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. തമിഴ്നാട്ടിൽ നിന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. ഏകദേശം അവർ കല്ല് വെച്ച് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് പോയി നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. എന്തായാലും തീർച്ചയായിട്ടും വരാൻ സാധിക്കുന്നവരൊക്കെ ഇതാ ഇവിടെ ഒന്ന് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ് ഈ സ്ഥലം, അത്രയ്ക്ക് അടിപൊളിയാണ്. ഒന്നുകൂടി ഞാനിതിൻ്റെ ലൊക്കേഷൻ പറയാം. ഇടുക്കി തൊടുപുഴയിൽ നിന്ന് 15 കിലോമീറ്റർ അപ്പുറം മുണ്ടൻമുടി എന്ന് പറയുന്ന സ്ഥലത്ത് ആനയടിക്കുത്ത് എന്ന് പറയുന്ന ആ ഒരു വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. ഇവിടെ ശരിക്കും ആനയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് ആന ഇവിടെ വെള്ളം കുടിക്കാൻ വന്നിരുന്നു എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അങ്ങനെയാണ് ഇതിന് ആനചാടിക്കുത്ത്, ആനയടിക്കുത്ത് എന്നൊക്കെയാണ് ഇതിനെ എല്ലാവരും പറയുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കല്ലുകളൊക്കെ അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അവരതൊക്കെ കഴിഞ്ഞ് അതൊക്കെ പൊളിച്ചിട്ട് അവർ പോയി. ഭയങ്കര രസമായിട്ട് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട് താഴെ നിന്നുള്ളൊരു വ്യൂ ഒക്കെ നിങ്ങൾ നോക്കി. ഇതിന് മണ്ടയിൽ വേറെ സ്ഥലങ്ങളുണ്ട്, ഒരുപാട് കുഴി കാര്യങ്ങളായിട്ടുള്ളൊക്കെ സ്ഥലങ്ങളുണ്ട്. അപ്പം ഞാനത് നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. നമുക്ക് വെള്ളത്തിനടിയിൽ കൂടിയൊക്കെ പോയിട്ട്, അതായത് ഒരു ഹോളാണ്, വെള്ളത്തിനടിയിൽ കൂടിയുള്ള ഹോളുകളാണ്. അതിനുള്ളിൽ കൂടി നമുക്ക് ഒരു ഗുഹയിൽ നിന്ന് മറ്റൊരു ഗുഹയിലേക്ക് പോകാനൊക്കെ സാധിക്കും. അത് നിങ്ങൾ മറ്റൊരു വീഡിയോസിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പം നമുക്ക് ഈ കുത്തിൻ്റെ ഭംഗി നിങ്ങളെ കാണിച്ചു തരാം. അതായത് നമ്മൾ അതിൽ നിന്ന് കുറച്ച് മാറി ഇവിടെ ഒരു വലിയൊരു പാറയുണ്ട്. അപ്പോൾ അതിൻ്റെ മണ്ടയിൽ കയറിയിട്ട് എടുത്തുള്ളൊരു വ്യൂസാണിത്. നമുക്ക് ആ പാറയിൽ വന്നിട്ട് ഇരിക്കാനും റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള ഒരുപാട് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് ചുറ്റും നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ആ പാറയിൽ വന്നിരുന്ന് വീഡിയോസ് എടുക്കാനും അതുപോലെ റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റും. ഇതാണ് ആ പാറയാണിത്. ആ പാറയെ നമുക്കിത് ഇതുപോലെ താഴെയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരുപാട് ഇരിക്കാനുള്ള സ്ഥലങ്ങളും, അതായത് ഭയങ്കര രസമുള്ള സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതാണ് ആ പാറ. ആ പാറയുടെ മണ്ടയിൽ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇരിക്കുന്നതും നടക്കുന്നതൊക്കെ ഉണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഫുഡൊക്കെ കഴിക്കണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്നിട്ട് നിങ്ങൾക്ക് ഫുഡ് കഴിക്കുകയും സംസാരിച്ചിരിക്കുക ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അതുപോലെ ഇതിൻ്റെ മണ്ടയിൽ നമുക്ക് വെള്ളത്തിൽ ചാടുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് വേറെ ഒരു കുഴി പോലത്തെ കാര്യങ്ങൾ സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ അടുത്ത വീഡിയോസിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ
നിങ്ങൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതാ നോക്ക്, ഇവിടെ ഒരുപാട് മരങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടൊരു സ്ഥലമാണ് ഇതാ ഈ നമ്മളിവിടെ കാണാൻ കഴിയുന്നത്. ഇതുണ്ട്, നമ്മൾ ഇവിടുന്ന് ഒരു വ്യൂ എടുത്താൽ തന്നെ ഭയങ്കര മനോഹരമാണ്. ഒരുപാട് ആളുകൾ എപ്പോഴും, അതായത് പ്രത്യേകിച്ച് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവധി ഇല്ലാത്ത ദിവസങ്ങൾ വരികയാണെങ്കിൽ ഇത്ര ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം അവധി ഇല്ലാത്ത ദിവസങ്ങളിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഗെയ്സ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പരിഗണിക്കുക. അപ്പോൾ അടുത്ത വീഡിയോസ് ഇതിൻ്റെ മറ്റ് വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ ഗുഡ് ബൈ.